നമസ്കാരം. പിണറായിക്കെതിരെ CBI അന്വേഷണം. 1,22,00,000 രൂപ പിണറായിക്ക് ബൂമറാങ്ങായി മാറും. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് വിജിലൻസ് പറഞ്ഞതോടെ ആ നീക്കം അങ്ങ് ചീറ്റി. മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലെത്തിയ 1.22 കോടി സതീശന് വേണ്ടി സ്വരൂപിച്ചത് എന്ന് ഒരു പുതിയ കഥ ഉണ്ടാക്കുകയും ചെയ്തു. പണമെത്തിയത് സതീശന്റെ ബ്രിട്ടനിലെ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും സർക്കാർ പറയുന്നു. പ്രളയത്തിൽ സകലതും നഷ്ടമായ പാവങ്ങളുടെ പുനരധിവാസത്തിന് ശ്രമിച്ച സതീശനെ കുടുക്കുവാനുള്ള നീക്കം സത്യത്തിൽ തിരിച്ചടിക്കാൻ പോകുന്നത് സർക്കാരിനെ തന്നെയായിരിക്കും. ആണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഒരു ബൂമറാങ്ങായി മാറുകയാണ് 1,22,00,000 രൂപ. ഇനി അവസാന അന്വേഷണം പിണറായിക്കെതിരെ ആകുമോ എന്നുള്ളതാണ്. CBI വിജയനെ തൂക്കുമോ എന്നാണ് അറിയേണ്ടത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിലുള്ള സർക്കാർ നീക്കം പരാജയപ്പെടുന്ന ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ അന്വേഷണം തിരികെ പിണറായി വിജയനെതിരെയാകുമോ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറി വിജ്ഞാപനം ഇറക്കാൻ അധികാരമുണ്ട്. എന്നാൽ സതീശനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് വിജിലൻസ് വ്യക്തമാക്കിയിരിക്കെ ആ വഴിക്കുള്ള ശ്രമവും വിജയിക്കില്ല എന്ന് ഉറപ്പാണ്. കള്ളക്കേസെടുത്താൽ കോടതിയിൽ നിന്ന് പോലും പ്രഹരമേൽക്കുന്ന സ്ഥിതി ഉണ്ടാകും. അതിനാലാണ് മണപ്പാട് ഫൗണ്ടേഷനും അതിന്റെ CEOയ്ക്കുമെതിരെയും CBI അന്വേഷണത്തെ നീക്കം നടത്തുന്നത്. അപ്പോൾ ഇതിന്റെ പരിധിയിലേക്ക് സതീശനെ വലിച്ചിടാനാകുമോ എന്നാണ് ശ്രമം. മണപ്പാട് ഫൗണ്ടേഷൻ എന്ന NGOയ്ക്കും അതിന്റെ ചെയർമാനായിട്ടുള്ള അമീർ അഹമ്മദിനെതിരെയും FCRA നിയമപ്രകാരം CBI അന്വേഷണത്തിനാണ് ശ്രമം നടക്കുന്നത്. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ CEO അമീർ അഹമ്മദും VD സതീശനും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പ്രളയബാധിതരെ പുനരധിവസിപ്പിക്കാൻ എന്നുള്ള പേരിൽ വിദേശത്ത് നിന്ന് പണം പിരിച്ച് കേരളത്തിലേക്ക് അയച്ചത് എന്നുള്ള ആരോപണം ഉയർന്നിരുന്നുവെന്ന് സർക്കാർ വിശദീകരിക്കുകയാണ്. പുനർജനി പദ്ധതിയുടെ കാലയളവിൽ, അതായത് 2018-2022 കാലഘട്ടത്തിലാണ് ഈ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് 1,22,23,152 രൂപ വന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും പുനർജനി പദ്ധതിയുടെ പേരിൽ VD സതീശന് വേണ്ടി സ്വരൂപിച്ച പണമാണ് ഇത് എന്നാണ് വിജിലൻസിന് ലഭിച്ച പരാതിയിലുള്ളത് എന്ന് മണപ്പാട്ട് ഫൗണ്ടേഷൻ ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചതിന്റെ രേഖകളോ റെക്കോർഡുകളോ സൂക്ഷിച്ചിട്ടില്ല എന്നും FCRA നിയമത്തിന്റെ റൂൾ 19 ലംഘനമാണ് എന്നും വിജിലൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ പരിശോധിച്ചിൽ അതിൽ അക്കൗണ്ടിലേക്ക് വന്ന പണവും അതിനായിട്ട് നൽകിയ രേഖകളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉള്ളതായിട്ട് വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഇതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായിട്ടാണ് വിജിലൻസിന്റെ നിഗമനം എന്നാണ് സർക്കാർ വിശദീകരണം. അതിനിടെ സതീശന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്ന് സർക്കാർ വ്യക്തമാക്കി. വിജിലൻസിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ചില കാര്യങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് വിജിലൻസിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. സ്പീക്കറുടെ ഓഫീസിൽ നിന്നും ചില കാര്യങ്ങളിൽ വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അപ്പൊ അതിൽ VD സതീശൻ MLAയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് അതിനില്ല എന്നാണ് മറുപടി ലഭിച്ചിരിക്കുന്നത്. സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. എന്നാൽ സതീശൻ ബർക്കിംഗ്ഹാമിൽ പോയി അവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്ത് ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസംഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന NGOയുടെ അക്കൗണ്ടിലേക്ക് UK-യിൽ നിന്നും പണം വരികയുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്കും കറണ്ട് അക്കൗണ്ടിലേക്കും അത് മാത്രമല്ല മറ്റൊരു അക്കൗണ്ടിലേക്കുമാണ് പണം വന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതുകൂടാതെ ചില വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവരുടെ അക്കൗണ്ടിലേക്ക് ഈ കാലയളവിൽ പണം വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന പണം FCRA നിയമത്തിന്റെ ലംഘനമാണ് എന്നും ഇങ്ങനെ അവിടുന്ന് പണം സ്വരൂപിച്ച് അയച്ചത് സതീശന്റെ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും പ്രസംഗം വീഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ സതീശൻ പ്രസംഗിക്കുന്ന വീഡിയോയിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇക്കാര്യത്തിൽ FCRA നിയമത്തിന്റെ ലംഘനം നടന്നതായി കണ്ടെത്തിയാൽ അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ CBI അന്വേഷണം വേണമെന്നാണ് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. അല്ലാതെ സതീശന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ വിശദീകരണം. പക്ഷേ 2018-2022 കാലഘട്ടത്തിൽ തന്നെ സതീശന് തുറക്കം പറഞ്ഞതാണ്, നിയമസഭയിൽ ചോദിച്ചതാണ്, എനിക്കെതിരെ നിങ്ങൾ CBI അന്വേഷണം നടത്തിക്കൊള്ളൂ, ആ അന്വേഷണത്തിൽ കണ്ടെത്തിക്കൊള്ളൂ. പക്ഷെ 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും അതിലൊരു തുമ്പുണ്ടാക്കാൻ കഴിയാതായി പോയ പിണറായി സർക്കാർ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് സതീശനെതിരെ ഇപ്പോൾ ഒരു CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ ശുപാർശ ചെയ്തിരിക്കുന്നതാണ്? അങ്ങനെ ശുപാർശ ചെയ്യണമെങ്കിൽ അതിനർത്ഥം സതീശനെ വല്ലാതെ ഭയക്കുന്നുണ്ട് പിണറായി വിജയന്റെ CPM-ഉം ഇടതുപക്ഷ സർക്കാരും. അതുകൊണ്ടാണ്. കാരണം മൂന്നാമതൊരു തിരിച്ചുവരവിന് ചിലപ്പോൾ സാധ്യത ഇല്ലാതായി പോയേക്കാം. സതീശൻ നയിക്കുകയാണെങ്കിൽ
അപ്പോൾ സതീശനെ ഈ തിരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തുക എന്നൊരു ഒരു ചിന്തയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കും. അപ്പോൾ ഇതൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഈ അന്വേഷണത്തിലേക്ക് എത്തുവാനുള്ള സാധ്യത തന്നെ ഇല്ലാതായിരിക്കുന്നു. വിജിലൻസിന്റെ അന്വേഷണം എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ വിജിലൻസിന്റെ ശുപാർശ എന്ന് പറയപ്പെടുന്നത് സ്വീകരിക്കുന്ന തരത്തിലേക്ക് അല്ല എന്നുള്ളതാണ്. CBI സത്യത്തിൽ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് എത്തുവാനുള്ള സാധ്യത തന്നെ കാണുന്നില്ല. സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും കേസിന്റെ അന്വേഷണമൊക്കെ CBIക്ക് കൈമാറി വിജ്ഞാപനം ഇറക്കാനൊക്കെ അധികാരമുണ്ട്. എന്നാൽ ഇപ്പോൾ സതീശനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് വിജിലൻസ് വ്യക്തമാക്കിയിരിക്കെ ആ വഴിക്കുള്ള ശ്രമവും വിജയിക്കില്ല എന്നുള്ള തരത്തിലേക്കാണ് എത്തപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ഇതൊരു ബൂമറാങ്ങായി മാറിയാൽ ഇതും പിണറായി വിജയന്റെ തലയിൽ തന്നെ വീഴുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വീണ്ടും ഒരു CBI അന്വേഷണം എന്ന് പറയപ്പെടുന്നത് പിണറായി വിജയൻ താങ്ങുമോ എന്നറിയില്ല. ഇനി അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. മാത്രമല്ല 1,22,00,000 കഥ പറയുന്നത് ബൂമറാങ്ങായി തീരുമോ CPM എന്നുള്ള ഭയവും അണികൾക്കുണ്ട്.